റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26 മുതൽ അധ്യായത്തിന്റെ അവസാനം വരെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. റോമർ 8-ന്റെ 26 മുതൽ അവസാനം വരെ ഞാൻ തന്നെ വായിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇതു സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നു നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് ഏതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആമേൻ. ഇന്ന് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശം സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിച്ച് ആശ്വാസം പ്രാപിക്കാം. സുവിശേഷ സൗഭാഗ്യങ്ങൾ, അല്ലേ? വളരെ ശക്തമായ ഒരു വേദഭാഗമാണിത്. ഒരുപാട് 3-4 പ്രസംഗം പ്രസംഗിക്കാനുള്ള അത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അല്ലേ? കുറഞ്ഞ പക്ഷം, അല്ലേ? അതിൽ കൂടുതലൊക്കെ പ്രസംഗിക്കാം. പക്ഷെ അതെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോവുകയല്ല. പക്ഷെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു 3 നന്മകൾ ഇവിടെ നിന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ടാണ് ദൈവം എനിക്കിന്നൊരു ദൂത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോരോ വാക്യങ്ങളായിട്ട് നോക്കാം. ആദ്യം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. വേണ്ടും പോലെ നാം പ്രാർത്ഥിക്കാൻ അറിയുന്നില്ലല്ലോ എന്നുള്ളതൊരു വസ്തുതയായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സത്യാവസ്ഥയാണ്, നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം? പല കാര്യങ്ങളും നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ്. ഭാവി സംഭവിക്കാൻ പോകുന്നു. ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിവില്ല, അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കും? അറിഞ്ഞൂടാ. ഇനി അറിയാവുന്ന, നടന്നു കഴിഞ്ഞതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ പോലും നമുക്ക് നടന്നത് എന്താന്നൊക്കെ അറിവുണ്ടെങ്കിലും ഈ വിഷയത്തിൽ എന്താ പ്രാർത്ഥിക്കേണ്ടേ, ദൈവഹിതം എന്തുവാ, അതും നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കും, അല്ലെ? അപ്പൊ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് നമ്മുടെ 26-ാം വാക്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ബലഹീനത. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താ നമ്മുടെ ബലഹീനത? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. അപ്പൊ ആ ബലഹീനതയ്ക്ക് സഹായകനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അതാരാണ്? പരിശുദ്ധാത്മാവാം ദൈവം, അല്ലെ? അതുകൊണ്ടാണ് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പൊ നമുക്ക്
നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്നോ, നമ്മൾ ഇനി നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം എന്താണെന്നോ, വെല്ലുവിളി എന്താണെന്നോ ഒന്നും അറിഞ്ഞൂടാ. അറിയാവുന്ന കാര്യങ്ങളിൽ തന്നെ നേരെ ചൊവ്വേ ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞൂടാ. ആ വിഷയത്തിൽ സഹായിക്കാൻ ദൈവം തന്നെ നമുക്ക് ആത്മാവിനെ അയച്ചു തന്നിട്ടുണ്ട്. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥത വഹിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലേ? അതെല്ലാവർക്കും അറിയാവൂ. ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെ? അതുകൊണ്ടാണ് 27-ാം വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നു. എല്ലാവർക്കും അതാദ്യം ബോധ്യമുണ്ടോ? ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെ? അങ്ങനെ ആത്മാവ് വേണ്ടും പോലെ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് 27-ാം വാക്യം പറയാണ്, ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അതാരാണ്? അത് പിതാവ്, അല്ലെ? ദൈവം. അപ്പൊ ഈ ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഗുണമുണ്ട്, അത് ഉറപ്പായിട്ടും ദൈവം കേൾക്കും, അല്ലേ? അങ്ങനെ ആത്മാവ് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം ആ പ്രാർത്ഥന എന്തെന്ന് അറിയുന്നു. അങ്ങനെ പറയായിരുന്നു. പിന്നെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ, അല്ലെ? നമ്മുടെ ഉള്ളത്തെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ വന്ന് വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അല്ലെ? അതൊരു ഭാഗ്യമല്ലേ? ദൈവം കേൾക്കുന്ന പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവും ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതൊരു വലിയൊരു ഭാഗ്യമല്ലേ? നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ഒരു അപകടം പതുങ്ങിയിരിക്കുകയായിരിക്കും, ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഇരുന്ന്. അല്ല നമ്മുടെ മിടുക്കൊന്നും കൊണ്ടൊന്നുമല്ല നമ്മളത് ഒഴിഞ്ഞു മാറിപ്പോയത്, അല്ലേ? എന്തൊരു വലിയ അതായത് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ദൈവഹിത പ്രകാരം ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ളിയിരിക്കുന്നുണ്ടോ? പിന്നെന്തോ പേടിക്കാന്, അല്ലേ? ആർക്കെങ്കിലും ഭയം വരുന്നുണ്ടോ? നമ്മുടെയൊക്കെ ഭയം അതാണല്ലോ. അറിഞ്ഞുവിടാത്തതും കേട്ടിട്ടില്ലാത്തതും പതുങ്ങിയിരിക്കുന്നതുമായ ആപത്ത്, അല്ലെ? അത് മനുഷ്യരാകാം, മൃഗമാകാം, രോഗമാകാം, പിശാചാകാം, അല്ലെ? നമുക്ക് അറിവൊക്കെ പരിമിതമായതുകൊണ്ട് നമുക്ക് പേടി. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തൊന്നുമില്ല, അല്ലെ? എല്ലാം ഗണിച്ചൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഇല്ല. ദൈവഹിതപ്രകാരം ശരിക്കും പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ ഒരു പക്ഷവാദം ചെയ്യുന്ന മധ്യസ്ഥനെ അയച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ നമ്മുടെ ഉള്ളിലിരുന്ന് ഒരു മധ്യസ്ഥൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 28-ാം വാക്യം, അല്ലെ? വളരെ പരിചിതമായ വാക്യം ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ ഫേമസ് ആയിട്ടുള്ള വാക്യം, അല്ലെ? വളരെ പ്രശസ്തമായ ഒരു വാക്യമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, അല്ലേ? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൂടെ മനസ്സിലാക്കണം. നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്നല്ല, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഒരു സംഭവം എടുത്താൽ ചിലപ്പോൾ അത് നന്മയായിട്ടൊന്നും തോന്നത്തില്ല. ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടോ കൂട്ടോ കൈ മുറിയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അത് മാത്രം എടുത്താൽ അത് നന്മയായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം കൂടെ അതിന്റെ ആകത്തുക എടുത്താൽ അത് നന്മയ്ക്കാണ്, അല്ലേ? ഇതെല്ലാം കൂടെ ചെന്ന് എത്തുന്ന എവിടെ ആയിരിക്കും? നന്മ തന്നെ, അല്ലെ? തട്ടും മുട്ടും ഒക്കെ കൊണ്ടാൽ പോലും അന്തിമമായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? നാശമല്ല, തിന്മയല്ല, നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു രോഗം കാണും, അല്ലെ? ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ കാണും, വെല്ലുവിളികൾ കാണും, പോരാട്ടം കാണും, പ്രതികൂലം കാണും. പക്ഷെ അത് മാത്രമല്ലല്ലോ, ജീവിതത്തിൽ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഇല്ലേ? നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നു, അയൽപ്പക്കമുണ്ട്, ഇവിടെ സഭയെ വരുന്നു, ആരാധനയുണ്ട്. അങ്ങനെ ജീവിതം മൊത്തത്തിലെടുക്കുമ്പോൾ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രാർത്ഥനയുടെ ഫലം എന്താണ്? എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായിട്ട് ഭവിച്ചേ മതിയാകൂ. കാരണം അങ്ങനെ ദൈവം കാര്യങ്ങളെ കൂടി വ്യാപരിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരു മധ്യസ്ഥനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പൊ അതാണ് ഒന്നാമത്തെ നന്മ. എന്താണെന്നറിയാമോ? സകലതും എന്റെ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചേ പറ്റൂ.
അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന ദൈവം അറിയും, കേൾക്കും, ഉത്തരം അരുളും. അത് ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമായി പോകത്തില്ല. നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ചുമ്മാ സമയം മെനക്കെടുത്തും പരിപാടിയാണ് അല്ലെ. നമുക്ക് ചിലപ്പോൾ ദൈവഹിത പ്രകാരം അറിഞ്ഞൂടായിരിക്കും. നമ്മളിരുന്ന സമയവും തൊണ്ടയും ശബ്ദവും ഒക്കെ കളയും. ദൈവം കേൾക്കാൻ പോകുന്നില്ല ആ പ്രാർത്ഥന അല്ലെ. പക്ഷെ ഈ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു അവൻ അറിയുന്നു. അങ്ങനെ കേൾക്കുന്ന ശരിയായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അല്ലെ. അതെന്തൊരു വലിയൊരു ധൈര്യമാണ് നമുക്ക് തരുന്നത് നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊന്നും ഭയപ്പെടേണ്ട. ഭാവിയെ കുറിച്ച് നമ്മൾ പാട്ട് പാടി തുടങ്ങിയത് അങ്ങനല്ലേ അല്ലെ. ഭാരമൊന്നുമില്ല, ഭാവിയെ കുറിച്ചൊന്നും പേടിക്കാനില്ല എന്നല്ലേ പറഞ്ഞത്. ഭീതിയില്ല, തെല്ലും ഭയമില്ല എന്ന് പറഞ്ഞല്ലേ പാടി തുടങ്ങിയ. നടത്തിയിടുന്നു, ദൈവം എന്നെ നടത്തിയിടുന്നു അല്ലെ. ഭാവി എല്ലാം അവന്റെ കയ്യിൽ ഭദ്രമായിട്ട് നമുക്ക് കൊടുത്തേച്ച് അടങ്ങിയിരിക്കാം അല്ലെ. അപ്പൊ അവനെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. എന്താ ഈ നന്മ? അതാണ് അടുത്ത 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ കർത്താവ് തന്റെ ജനത്തേക്ക് അറിഞ്ഞു ആരൊക്കെ വിശ്വാസത്തിൽ വരുമെന്നൊക്കെ ദൈവത്തിന് അന്നേ അറിയാമായിരുന്നു. അങ്ങനെ മുന്നറിഞ്ഞവർക്ക് അവൻ മുൻ നിയമിച്ച് ഒരു ലക്ഷ്യസ്ഥാനം വെച്ചിട്ടുണ്ട്. ഇവരെവിടെ ചെന്ന് എത്തണമെന്നുള്ളത് അല്ലെ. നമ്മളൊക്കെ വണ്ടി എടുത്തിട്ട് 10 കിലോമീറ്റർ കഴിഞ്ഞ് തീരുമാനിക്കുക എവിടെ പോകണമെന്നാണോ? കുറച്ച് പെട്രോളൊക്കെ കത്തിച്ച് അങ്ങ് പോയി അങ്ങനെയാണോ? അല്ല, നമ്മൾ മുൻ നിയമിക്കാറില്ല എവിടെ പോകണമെന്ന് അല്ലെ. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. എവിടെ ചെന്ന് എത്തണം, ഈ വണ്ടി എങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെ, തീരുമാനിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അല്ലാതെ എങ്ങോട്ടെങ്കിലൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വണ്ടി ഓടിക്കുക. അത് ചുമ്മാ ഈ റൈഡിന് പോകാന്ന് പറയും അല്ലെ. അതല്ലല്ലോ. നമ്മൾ നേരത്തെ മുൻ നിയമിക്കും എവിടെ പോകണമെന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർ എവിടെ എത്തിപ്പെടണമെന്നൊരു ലക്ഷ്യസ്ഥാനം മുന്നമേ ദൈവം നിയമിച്ചു വെച്ചിരിക്കുകയാണ്. ആ ലക്ഷ്യസ്ഥാനം എന്താണ്? പുത്രനായ യേശു ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകണം. എങ്ങനെ? നമ്മൾ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുമ്പോൾ, നമ്മുടെ ജ്യേഷ്ഠനായ ക്രിസ്തുവിനെ പോലെ നമ്മൾ മാറുമ്പോൾ അവൻ ആദ്യജാതനായി അല്ലെ. ക്രിസ്തുവിനെ കുറിച്ച് സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്? അവൻ ഏകജാതനായ പുത്രൻ അല്ലെ. യോഹന്നാൻ 3:16 പറയുന്നത്. ഈ ലോകത്തെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ട് അല്ലെ. ഇനി ആ ഏകജാതൻ എന്താകണം? ആദ്യജാതനാകണം എന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ വ്യത്യാസം അറിയാലോ അല്ലെ. ഒരു മോനെ ഉള്ളെങ്കിൽ നമ്മൾ പറയും ഏകജാതൻ. ആ മോനെ രണ്ടാമതൊരു അനിയനോ അനിയത്തിയോ വരുമ്പോൾ നമ്മൾ പറയും ഈ മൂത്തവൻ ആദ്യജാതൻ അല്ലെ. അങ്ങനെ ഏകജാതനായ യേശു ക്രിസ്തു ആദ്യജാതനാകണം. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതിന് നമ്മളൊക്കെ ആ കുടുംബത്തിൻ്റെതാണെന്ന് പറയപ്പെടണം. നമ്മളെന്നും കണ്ട ഇപ്പൊ പറയത്തില്ലായിരിക്കും. ദൈവം ആ സ്വരൂപത്തിലോട്ട് മാറ്റി മാറ്റി യേശുവിന്റെ അനിയനാണ് അനിയത്തിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അത് ആ രീതിയിൽ നമുക്ക് രൂപാന്തരം വരണമെന്ന് ദൈവം മുന്നമേ നിയമിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ നിയമിച്ചു വെച്ചിട്ടാണ് ഈ മുന്നറിഞ്ഞവരെ വിളിച്ചും 30-ാമത്തെ വാക്യം വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കും. അപ്പൊ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയാണ് ഇവിടെ പറയുന്നത്. ആ പദ്ധതി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് ഉറപ്പായിട്ടും എത്തുമെന്നുള്ളത് കൊണ്ടാണ് 30-ാം വാക്യത്തില് നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന്. തേജസ്കരണം കർത്താവ് രണ്ടാമത് മടങ്ങി വരുമ്പോഴാണ് അല്ലെ, ഇപ്പോഴല്ല. പക്ഷെ പദ്ധതി ഉറപ്പായത് കൊണ്ട് തേജസ്കരിച്ചും ഇരിക്കുന്നു അല്ലെ. അങ്ങ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞിരിക്കുക. അത് ഭാവിയിൽ സംഭവിക്കേണ്ടതാണേലും ഭൂതകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ ഈ പദ്ധതിയുടെ പൂർത്തീകരണം സംഭവിച്ചിരിക്കും എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ നന്മ, ആത്യന്തികമായ നിത്യമായ നന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതാണ് 28 പറഞ്ഞിരിക്കുന്ന നന്മ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം കർത്താവ് മുന്നമേ നിയമിച്ചു വെച്ചിരിക്കുന്ന ആ രക്ഷാ പദ്ധതിയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള രോഗം, ഇപ്പോഴുള്ള പ്രതികൂലം, ഇപ്പോഴുള്ള പ്രയാസങ്ങൾ, ഇതെല്ലാം ദൈവം എന്തിനാ കണ്ടുവച്ചിരിക്കുന്നറിയോ? ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂടി വ്യാപരിച്ച് കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് രൂപാന്തരപ്പെട്ട് രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണം സംഭവിക്കും. അല്ലാതെ അനാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇപ്പൊ സംഭവിക്കുന്നില്ല. നമുക്ക് തോന്നും ഇതൊക്കെ എന്തിനാണോ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലേ? ഇതൊക്കെ എന്തോ വഴിതെറ്റി വണ്ടി ഓടിച്ച പോലൊക്കെ തോന്നുന്നല്ലോ, അല്ലേ? പക്ഷെ ഇതെല്ലാം ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് അവിയല് പരുവത്തിൽ അങ്ങോട്ട് കുഴച്ച്, അല്ലേ, അവസാനം ഇത് സംഭവിച്ചിരിക്കും. അത് ദൈവം മുന്നമേ നിയമിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് ഈ പദ്ധതിയുടെ ഭാഗമായി ആത്മാവ് ഉള്ളിൽ വന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ കാരണം ഇത് സംഭവിച്ചിരിക്കും, അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ഭാഗ്യം, ഒന്നാമത്തെ ഭാഗ്യം ഇതാണ്, സകല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം, അല്ലെ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിച്ചേ മതിയാവൂ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളെ ഇപ്പൊ പ്രയാസപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും ധൈര്യം ചോരുന്നതുമായ ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, പ്രയാസങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ച്, പരീക്ഷകൾ. എന്നിട്ട് ഈ വാക്യം ഓർത്തൊന്ന് ധൈര്യപ്പെടാൻ പറ്റുന്നുണ്ടോ? അതിനെ ഒറ്റയ്ക്ക് നോക്കിയാൽ നമുക്ക് പേടി വരും. പക്ഷെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ആത്മാവ് ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സുനിശ്ചിതമായിട്ട് അത് എൻ്റെ നന്മയ്ക്കായിട്ട് വന്ന് ഭവിച്ച് എൻ്റെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടേ മതിയാകൂ എന്നൊരു ഉറപ്പുണ്ടോ? ആ ഉറപ്പ് കടന്നു വരണം പ്രിയപ്പെട്ടവർ. നമുക്ക് അങ്ങനെ ഉറപ്പ് ഉൾക്കൊള്ളാം. അങ്ങനെ ഒരു ഉറപ്പ് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്ക് ഉറച്ചിരിക്കാം, അല്ലെ? അങ്ങനെ ഉറച്ചിരിക്കാൻ വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇന്ന് ഈ വചനം ധ്യാനിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും കണ്ട് ഭയപ്പെടേണ്ട, ഉള്ള ഒരു പ്രതികൂലവും ഭയപ്പെടേണ്ട. കർത്താവ് മുന്നമേ നിയമിച്ചു വെച്ചിരിക്കുന്ന ആ അന്ത്യം ഉളവാക്കുവാൻ വേണ്ടി അവൻ അനുവദിച്ചതാണ് ഇപ്പോഴുള്ള എല്ലാം. മാത്രമല്ല, ഇതൊക്കെ ചെന്ന് ഭവിച്ച് അവസാനം ആകുമെന്ന് എന്താ ഉറപ്പെന്ന് ചോദിച്ചാൽ, ഉള്ളിലിരുന്നൊരു മധ്യസ്ഥൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മധ്യസ്ഥന്റെ പ്രാർത്ഥന വേണ്ടുവോളം ഉള്ള പ്രാർത്ഥനയാണ്, ശരിക്കുള്ള പ്രാർത്ഥന, പ്രാർത്ഥിക്കേണ്ട രീതിയിലുള്ള പ്രാർത്ഥനയാണ്. അത് ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ആത്മാവ് എനിക്ക് തോന്നുന്നു ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, കർത്താവെ ഈ പ്രശ്നം, ഈ രോഗം, കർത്താവെ എൻ്റെ ഈ മകൻ കർത്താവിന് യേശുവിനെ പോലെ ആകാൻ വേണ്ടി നീ ഒന്ന് കൂടി വ്യാപരിക്കണമെന്നായിരിക്കും പ്രാർത്ഥന, അല്ലേ? ഈ രോഗം, ഇവന് ഇച്ചിരി അഹംഭാവമുണ്ട്, ആ അഹംഭാവം തീർക്കാൻ ഈ രോഗം ഒന്ന് കൊടുത്തേ. ഇവന്റെ വിചാരം ഇവന്റെ കൈകൾക്ക് ഭയങ്കര ശക്തിയാണ്, കൈ ഒന്ന് മുറിച്ച് കൊടുത്തേ, എന്നിട്ട് സൗഖ്യപ്പെടുത്തേ, അല്ലേ? അത് ദൈവത്തിനെ അറിയാവുള്ള എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലേ? അങ്ങനെ അവൻ നമുക്ക് എല്ലാം, അതാണ് ഒന്നാമത്തെ നന്മ, സകലവും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവും ക്രിസ്തയേശുവിനെ പോലെ എന്നെ അനുരൂപമാക്കുവാനുള്ള ആ നന്മയിൽ ആ കലാശിച്ചേ മതിയാകൂ. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഉറപ്പ് പ്രിയപ്പെട്ടവരെ. ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് കിടക്കാം. 31 മുതലുള്ള 34 വരെയുള്ള വാക്യങ്ങളിൽ ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? പൗലോസ് തന്നെ ഒന്ന് നിർത്തി. ഇത്ര വലിയ സ്നേഹം, ഇത്ര വലിയ പദ്ധതി, ഇതിനെന്തോ പ്രതികരിക്കാൻ, അല്ലേ? എങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിച്ചിട്ട് പറയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം മാറും. ഇത് ഉപദേശമായിട്ട് പൗലോസ് പഠിപ്പിക്കുകയല്ല, ദൈവം പൗലോസ് ചോദിക്കുകയല്ല നമ്മളോട്. ഇങ്ങനെ ദൈവം അനുകൂലമാണ്. എവിടെ അനുകൂലം? എല്ലാ വിഷയത്തിലും അനുകൂലം, അല്ലേ? ദൈവം അനുവദിച്ചിട്ട് എൻ്റെ കൈ മുറിഞ്ഞാലും, ദൈവം അനുവദിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ രോഗം വന്നാലും, അതെല്ലാം കൂടി വ്യാപരിച്ച് അവൻ്റെ പദ്ധതി പൂർത്തീകരിക്കുമെങ്കിൽ പിന്നെ എല്ലാം അനുകൂലമാണ്. നമ്മൾ ഈ പ്രതികൂലം എന്നൊക്കെ പറയുന്നെങ്കിലും ദൈവം എല്ലാ പ്രതികൂലത്തിലും അനുകൂലമാണ്. നമ്മുടെ ജീവിതത്തില് ഒരു പ്രതികൂലമല്ല. ഒരു കണക്കിൽ പറഞ്ഞ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം പിന്നെ ആരുമില്ലപ്പോ. ഒരു പ്രതികൂലവും ഇല്ലാത്തവരാണ് നമ്മൾ. കാരണം നമ്മൾ എന്തിൽ കൂടെ നടന്നു പോയാലും കർത്താവ് ഈ ആത്മാവിന്റെ പ്രാർത്ഥനയിൽ കൂടെ അത് ഇങ്ങും കൊണ്ടെത്തിക്കും, നന്മ കൊണ്ടെത്തിക്കും. അപ്പൊ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, അല്ലേ, ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാവ്, അവനെക്കാളും വേറൊരു വലിയ നാമം ഇല്ല. ഏറ്റവും വലിയ അധികാരി നമുക്ക് അനുകൂലമെങ്കിൽ വേറെ ആരാ നമുക്ക് പ്രതികൂലം, അല്ലേ? അതിന്റെ ഉത്തരം ആരും ഇല്ലല്ലോ, അല്ലേ? എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, നോക്കിയേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആണ് യോഹന്നാൻ 3:16, അല്ലേ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷിച്ചില്ല.
അല്ലെ? ക്രൂശിൽ കിടന്ന് കർത്താവ് കരഞ്ഞു പറഞ്ഞു എന്തായിരുന്നു? ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തേ? അയ്യോ, കൈവിട്ടോ, എന്നാ നീ പോരെ എന്ന് പറഞ്ഞ് തിരിച്ച് കൈ പിടിച്ചോ? ഇല്ല, നീ പോട്ടെ, നീ മരിക്കേ. അല്ലെ? ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ, ആ മനുഷ്യരൂപത്തിലായ നസ്രയനായ യേശുവിനെ തള്ളി. അല്ലെ? അങ്ങനെ സ്വന്തം പുത്രനെ ആദരിച്ചില്ല. അതൊന്നും നമുക്കൊന്നും മനസ്സിലാകാനേ പോകുന്നില്ല. അല്ലേ? പുത്രനായ ദൈവം മനുഷ്യരൂപത്തിൽ കടന്നു വന്ന് ക്രൂശിൽ കിടക്കുമ്പം അവന്റെ മേൽ നമ്മുടെ പാപം ഇട്ടപ്പം നിന്നെ ഞാൻ ആദരിക്കുന്നില്ല, നീ മരിക്ക, നീ എന്റെ ക്രോധത്തിന്റെ കീഴിൽ കിടന്ന് ചാവ്. അല്ലെ? അങ്ങനെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തവൻ. അല്ലെ? അത്ര വലിയ സ്നേഹം ക്രൂശി കാണിച്ചവൻ. അതാ ചോദ്യം വരികയാണ്, അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അല്ലേ? പണ്ടിരിക്കാൻ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞൊരു ഉദാഹരണമാണ്. നമ്മളൊരു കൊച്ചു കുഞ്ഞിനോട് പറയുകയാണ്, മോളെ നീ വളർന്നു വരുമ്പോൾ നമ്മുടെ സ്വത്തെല്ലാം നിന്റെ പേരിൽ എഴുതി വെക്കും. അല്ലേ? അപ്പൊ രാത്രി ആ കുഞ്ഞിന് ഉറക്കം വരുന്നില്ല, ആ ഉറക്കം വരുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ പറയാണ്, സ്വത്തൊക്കെ അപ്പം തരാന്ന് പറഞ്ഞു, നാളെ എനിക്ക് മുട്ടായി വാങ്ങിക്കാൻ 50 പൈസ തരുമോ? അല്ലേ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കത്തില്ല നമ്മളാരും. അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ക്രൂശിൽ കർത്താവിനെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപിതാവ് ബാക്കി നന്മയൊന്നും തരത്തില്ല കേട്ടോ എന്ന് പറയൂ? ഇല്ല. അവനോടൊപ്പം സകലവും നമുക്ക് നൽകും. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ ഈ സകലം? അല്ലേ? എന്നാ പിന്നെ കൊള്ളാലേ, ഇതൊരുമാതിരി ബ്ലാങ്ക് ചെക്ക് കിട്ടിയവനായി. കണ്ടാ ഒപ്പിട്ടിട്ട് നീ വേണേ എഴുതിയെടുത്തോ. അതാണ് ഇവിടുത്തെ അർത്ഥം. ഇവിടുത്തെ അർത്ഥം മുന്നത്തേത് വെച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. എന്റെ ജീവിതത്തിൽ ഈ രക്ഷാപദ്ധതി പൂർത്തീകരിക്കാൻ, ഈ നന്മ ഭവിക്കുവാൻ, ഞാൻ ക്രിസ്തുവിനെ പോലെ അനുരൂപപ്പെട്ട് എന്റെ ജീവിതം ധന്യമാകാൻ ആവശ്യമായ എല്ലാ നന്മയും ദൈവം തരും. അവിടെ പിന്നെ ഒരു ലിമിറ്റും ഇല്ല, ഒരു അതിരുമില്ല അതിന്. അപ്പൊ ദൈവം എനിക്ക് കൽപ്പിച്ചു വച്ചിരിക്കുന്ന ജീവിതം, ദൈവം എനിക്ക് മുന്നമേ കൽപ്പിച്ചു വച്ചിരിക്കുന്ന ലക്ഷ്യം, അതൊക്കെ സംഭവിക്കാൻ വേണ്ടി എന്തെല്ലാം വേണോ അതെല്ലാം തരും. അല്ലേ? അതാണ് ശരിയായിട്ടുള്ള സമൃദ്ധിയുടെ സുവിശേഷം. അല്ലാതെ നിങ്ങൾക്ക് 3 കോടി വേണോ, ദൈവം അങ്ങ് തരും. നിങ്ങൾക്കിപ്പോ 3 കോടിയുടെ കടത്തിൽ കിടക്കുകയാണെങ്കിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട് 3 കോടി ദൈവം തരും. അല്ലേ? ദൈവം എന്നോട് പറഞ്ഞു 2016 പറഞ്ഞു, നീ അമേരിക്കയിൽ പോയി സെമിനാരിൽ പോകണം. അയ്യോ, എൻ്റെ രാവിലെ 3000 രൂപയുണ്ട് എൻ്റെ ബാങ്കിൽ. ഞാൻ IT ജോലി ചെയ്ത എൻ്റെ എല്ലാ സേവിങ്സും ഒരു 5-6 വർഷം കൊണ്ട് പൊട്ടി. നമ്മൾ ഈ വിശ്വാസത്താലുള്ള ശുശ്രൂഷയാണ്. അല്ലെ? പ്രസംഗിക്കുമ്പോൾ ഞാൻ പൈസ ചോദിക്കാറുണ്ട്, ഒന്നുമില്ല. അപ്പം എൻ്റെ തന്നെ എല്ലാം ചിലവായി. 3000 രൂപ വെച്ചിട്ട് എവിടെ പോകാൻ? അമേരിക്കയിൽ. അല്ലേ? 3000 രൂപയ്ക്ക് പ്ലെയിനിൽ കയറി ബോംബെ പോലും പോകാൻ പറ്റില്ല. അല്ലേ? അപ്പൊ കർത്താവ് കോടികൾ വേണം അമേരിക്കയിൽ പോയി പഠിക്കുക. അമേരിക്ക പോയാൽ പോലും അവിടെ പോയിട്ട് തിണ്ണെ കിടന്നാൽ പോലുണ്ട്. അല്ലേ? നമ്മളവിടെ പലതും കാണിച്ചാലൊക്കെ അവിടെ വിസ പോലും തരത്തുള്ളൂ. ഈ ദുബായി പോകുന്ന പോലെയും അല്ലെ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നില്ല. ഏറ്റവും കടികെട്ടി വിസ ഇന്റർവ്യൂ ആണ്. അപ്പൊ നമ്മൾ കാണിക്കണം, നമ്മുടെ ബാങ്കിൽ ഇത്ര രൂപയുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു പ്രാരാബ്ധക്കാരനാകൂല, നിങ്ങൾക്കൊരു ബാധ്യത ആകൂലെന്ന്. അവിടെ 3000 രൂപ ഓർഡറാന്ന് പറയും. അല്ലെ? പക്ഷെ ദൈവം എനിക്ക്, ഞാൻ ഒരു മനുഷ്യനോടും ചോദിക്കാതെ തന്നെ തന്നു. അല്ലെ? ഞാൻ ആരോടും പൈസ ചോദിച്ചിട്ടില്ല, മെയിൽ അയച്ചിട്ടില്ല, ഫണ്ട് റൈസിങ് ആ പരിപാടി നടത്തി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലെ? 2 വർഷം കഴിഞ്ഞപ്പോൾ അത് കൃത്യം 2 വർഷം, ഫെബ്രുവരി 5, 2016 വർക്കല ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട്. അവിടെ പോയി 7 ദിവസം ഉപവസിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലം ഞാനൊരു സഹോദരൻ കണ്ടുപിടിച്ച് അവിടെ പോയി കിടന്നു. അത് ഫെബ്രുവരി 5 ആയപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. ഫെബ്രുവരി 5, 2018 ആയപ്പോൾ എനിക്ക് വിസയും കിട്ടി. ദിവസം പോലും കറക്റ്റ് ആയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ പൈസയൊക്കെ കൈ കിട്ടി, വിസയും കിട്ടി. ഞാൻ ഫെബ്രുവരി 21 പറന്നു. അപ്പോ ദൈവം നമ്മുടെ ജീവിതത്തിൽ കരുതി വച്ചിരിക്കുന്ന പദ്ധതിക്ക് 3 കോടി വേണോ, 5 കോടി വേണോ, 1 രൂപ വേണോ, 10 പേരുടെ സഹായം വേണോ, ഒരാളുടെ സഹായം വേണോ, അല്ലെ? അമേരിക്കയിൽ പോകണോ, ഗൾഫിൽ പോകണോ, ഇതെല്ലാം പദ്ധതിയൊക്കെ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം സകലവും ഇതിനു വേണ്ടിയിട്ടാണ്. ആ വിളിക്കപ്പെട്ടവർ നീതീകരിക്കപ്പെട്ടവർ തേജസ്കരിക്കപ്പെട്ട് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ എന്തും ദൈവം ചെലവഴിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ദൈവത്തിന് എന്തും ചെലവഴിക്കാൻ, അവൻ സ്വന്തം മോനെ പോലും ചെലവഴിച്ചു. പിന്നാണ് ഈ മറ്റു കാര്യങ്ങളൊക്കെ, ഈ അല്ലറ ചില്ലറ ലൗകിക കാര്യം. അല്ലെ? അപ്പൊ സകല നന്മകളും നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം അനുകൂലമാണ്. ഇതാണ് രണ്ടാമത്തെ നന്മ. അല്ലെ? ദൈവം തന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി, അല്ലെ, സകല
സകല നന്മകളും നമുക്ക് നൽകുവാൻ തക്കവണ്ണം അനുകൂലമാണ്. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഭാഗ്യവന്മാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ? ഭാഗ്യവതിമാരൊക്കെ അല്ലെ, എന്തും ചെലവഴിക്കാൻ ദൈവം തയ്യാറാണ്. പക്ഷെ അപ്പൊ ഓർത്തോണം, എന്റെ ജീവിതത്തിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമുണ്ടല്ലേ ദൈവം തരത്തുള്ളൂ. അപ്പൊ എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലെങ്കിൽ അയ്യോ അവർക്കൊക്കെ കൊടുത്തല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലായിരിക്കും അപ്പോൾ, അല്ലേ? ഇവ എല്ലാവർക്കും കിട്ടി അതുകൊണ്ട് എനിക്ക് കിട്ടണമെന്നൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ അത് നന്മയാണെങ്കിലേ അത് ദൈവം തരത്തുള്ളൂ, അല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എത്ര പേർക്ക് അവിയൽ ഉണ്ടാക്കാൻ അറിയാം? ആർക്കും പറഞ്ഞൂടെ? ഒരാൾക്ക് അറിയാവുള്ളൂ. ആന്റിക്കൊന്നും അറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയാലോ. പിന്നെ കൈപ്പൊക്കെയാന്ത് അവിയൽ ഉണ്ടാക്കുമ്പോ ഇഞ്ചി ഇടുവോ? ഇല്ല. എന്നാൽ തമിഴ്നാട്ടിലൊരു അവിയലുണ്ട്, അറിയാമോ? അടൈ അവിയൽ എന്ന് പറയും തമിഴ്നാട്ടിൽ, അല്ലെ? തമിഴ്നാട്ടിലെ ഒരു അവിയലാണ് അടൈ അവിയൽ. അത് കണ്ടാലും ഒരു പായസം പോലെ ഇരിക്കും, അതിനകത്ത് ഇഞ്ചി ഇടണം. അപ്പൊ ഏത് അവിയലാന്നനുസരിച്ചാണ്. മലയാളികളുടെ അവിയലാണ് ഇഞ്ചി ഇടരുത്, തമിഴന്മാരുടെ അവിയലാണെങ്കിൽ ഇഞ്ചി ഇടണം. അയ്യോ അവന് കൊടുത്തല്ലോ ഇഞ്ചി, എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിയലിന്റെ ടേസ്റ്റ് ഒക്കെ പോയി, അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ആകേണ്ടത്, ഏത് പാതയിൽ കൂടെ പോയാലാണ് നമുക്ക് ക്രിസ്തുവിനെ പോലെ ആകേണ്ടതെന്നൊക്കെ കണ്ടിട്ട് ദൈവം ചിലപ്പം അവർക്ക് കൊടുക്കുന്നു, നിനക്ക് ഞാൻ തരത്തില്ല കേട്ടോ. അയ്യോ, നീ ഈ പാതയിൽ കൂടെ പോയാലേ അവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ചിലർക്ക് മറ്റെല്ലാവർക്കും കൊടുത്തിട്ടുള്ള ചിലതൊന്നും തന്നിട്ടില്ല, എനിക്ക് മാത്രം ദൈവം തന്നില്ല, അല്ലെ? ചിലരൊക്കെ പിന്നെ അങ്ങ് ഭയങ്കര വിഷാദത്തിലാവും, അല്ലെ? ചിലരുണ്ട് കല്യാണം കഴിപ്പിനെ പോലെ കല്യാണം കഴിക്കാത്ത ചിലരുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ പോകുമ്പോൾ വളരെ പ്രയാസമാണ്. കാരണം ഞാൻ മാത്രം ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് പാട്ടും പാടി ഇരിക്കും. യുവമാരെല്ലാം ഒരു പെണ്ണും തിരിഞ്ഞു നോക്കുന്നില്ലടാന്ന് പറഞ്ഞു. ഞാൻ ആ കൂട്ടത്തിൽ ഇരിക്കും. യുവമാരുടെ വിചാരം ഇവൻ എന്തോ കുഴപ്പമുണ്ടല്ലോ, അല്ലെ? ഞാൻ കല്യാണം കഴിക്കാത്ത, എനിക്കിപ്പോ ഇപ്പം 2-3 മാസം കഴിയുമ്പോൾ 40 ആവും. 40 വയസ്സായിട്ട് കല്യാണം കഴിക്കാത്തവരെ കണ്ടിട്ടുണ്ടോ? വിഷാദ എന്താ പറയാ, അങ്ങ് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ടീമുകളായിരിക്കും, അല്ലേ? ഞാൻ പ്രസംഗിക്കത്തൊന്നുമില്ല, എനിക്ക് തന്നെ ഒരു ഉത്സാഹമില്ല. ഇവിടെ ഞാൻ എല്ലാ സൺഡേയും പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്, അല്ലെ? ഉത്സാഹിച്ച് നടക്കുകയാണ്. കാരണം എന്താണ്? എനിക്ക് ദൈവം ഒരു സമാധാനം തന്നിട്ടുണ്ട്, അല്ലേ? വേറെ പലർക്കാണ് സമാധാനം ഇല്ലാത്ത, ഞാൻ കല്യാണം കഴിക്കാത്ത, അല്ലേ? അവർക്ക് അറിഞ്ഞൂടാ ഈ അവിയൽ ഇഞ്ചി ഇടാൻ പാടില്ല, ഇത് മലയാളി അവിയലാണ്, അല്ലേ? പിന്നെ വേറെ ചിലരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ, അതാണ് വല്ലാത്ത ദുഃഖമാണ്. അത് ആ ദുഃഖം അറിഞ്ഞവർക്കേ അറിയാവുള്ളൂ, അല്ലേ? ഞാൻ ആ ദുഃഖം ഒരിക്കലും തുച്ഛീകരിക്കുകയല്ല, പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, നീ ഈ പാതയിൽ കൂടെ പോയാലേ അവിടെ എത്തത്തുള്ളൂ, അല്ലെ? എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങ് അവസാനം ചെന്ന് കഴിയുമ്പോൾ കല്യാണമൊന്നുമില്ല, മക്കളില്ല, ഭർത്താവില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇതൊക്കെ ഈ ലോകത്തുള്ള കാര്യങ്ങളാണ്, നിത്യമായതല്ല ഇതൊന്നും. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. ഇവിടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ മുൻനിയമിച്ചു വെച്ചിരിക്കുന്ന നന്മ സംഭവിക്കുവാൻ ആവശ്യമായ എന്താണോ അത് ദൈവം ചെലവഴിക്കും. അപ്പൊ നമുക്ക് എന്ത് ഉറപ്പാണ്? എന്ത് വെല്ലുവിളി ദൈവഹിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്ത് വെല്ലുവിളി, വലിയ എന്താ പറയാ പർവ്വതം പോലത്തെ വെല്ലുവിളിയാണേലും അതൊക്കെ ദൈവം ചെയ്തു ഉറച്ചിരിക്കാൻ, അല്ലെ? ഭയങ്കര ധൈര്യമല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം പിന്നെ അല്ലെ? സകല നന്മകളും തരുവാൻ തക്കവണ്ണം അവൻ അനുകൂലമാണ്, അല്ലെ? അതുകൊണ്ട് ആർക്കും നമ്മളെ കുറ്റം ചുമത്താൻ പറ്റത്തില്ല. ഒരു ശിക്ഷാവിധിയെ നമ്മൾ ഭയപ്പെടേണ്ട. കാരണം യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്ത് 34-ാം വാക്യം നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നു. അയ്യോ, നേരത്തെ ഒരാൾ പക്ഷവാദം ചെയ്യുന്നുണ്ടല്ലോ. ഭൂമിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് വന്ന് വസിക്കുന്ന പരിശുദ്ധാത്മാവ് പക്ഷവാദം കഴിക്കുന്നുണ്ട്. നമുക്ക് അത് കൂടാഞ്ഞിട്ട് സ്വർഗത്തിൽ ഒരാളിരുന്ന് പക്ഷവാദം കഴിക്കുന്നുണ്ടാണ്. 2 മധ്യസ്ഥന്മാരുണ്ട് നമുക്ക്. ഒന്ന് ഈ ഭൂമിയില്, അല്ലെ? മറ്റേത് സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ. ഒന്ന് എൻ്റെ സാന്നിധ്യം, ഞാൻ എവിടൊക്കെ പോകുന്നു, ഞാൻ എവിടൊക്കെ ഇരിക്കുന്നു, അവിടെ എല്ലാം കൂടെ വരുന്ന ഒരാൾ, അല്ലെ? എൻ്റെ ശരീരത്തിൽ. പിന്നൊന്ന് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ, സ്വർഗത്തിൽ. അവിടെ ആരും ദൈവത്തിന്റെ മുൻപാകെ പോയി, ഈ പിശാചിന്റെ ജോലിയാണ് ദൈവത്തിന്റെ മുമ്പാകെ പോയി ദൈവമക്കളെ കുറിച്ച് അപവാദം പറയുക, അല്ലെ? അപവാദം പറയുന്നവനാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ പിശാചിന്റെ പേര്. വിശുദ്ധന്മാർക്കെതിരെ അപവാദം പറയുന്നവന്, അല്ലെ? സഹോദരന്മാരെ അപവാദം പറയുന്നവൻ. സക്കറിയയുടെ പുസ്തകത്തിൽ അതിന്റെ ഒരു വലിയ എന്താ പറയാ ദൃശ്യമായ ഒരു കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. യോശുവ എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതനെ കുറിച്ച്, പുരോഹിതന്റെ വേഷമൊക്കെ, അവന്റെ അങ്കിയൊക്കെ വളരെ അഴുക്കായിരിക്കുന്നു, അവന്റെ പാപമൊക്കെ നോക്കിക്കുക, അല്ലെ? നമ്മൾ പാപമൊക്കെ ചെയ്യുമ്പോൾ പോയി ദൈവസന്നിധി പോയി കുറ്റം പറയുന്നവനാണ് പിശാച്. അവനാണോ നിന്റെ മകൻ?
ഇവനാണോ വലിയ വിശുദ്ധൻ? കണ്ടില്ലേ അവൻ്റെ കയ്യിലിരിപ്പ്? അല്ലേ? എന്നെ കുറിച്ച് അവിടെ പോയി ഇവന്റെ കൈയാണോ നീ തുന്നി കൊടുത്തത്? എന്നിട്ട് അവൻ കൈ കൊണ്ട് കാണിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ കുറ്റം പറയാൻ ദൈവസന്നിധിയിൽ അവനിനി ആയുധമില്ല. അവനെ ആയുധവർഗം വെപ്പിച്ച് കർത്താവ് ക്രൂശിൽ. ഇവൻ അങ്ങോട്ട് തുറക്കാൻ പോകുമ്പോഴത്തേ കർത്താവിന്റെ രക്തം അങ്ങോട്ട് കാണിക്കും. അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാ. ആ പാപമൊക്കെ അന്നേ ക്രൂശിന്റെ ആ രക്തത്തിൽ പോയി. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന, ആരാണ് ശിക്ഷ വിധിക്കാൻ കടന്നു വരുന്നത്? ക്രിസ്തയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. മരിച്ചവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയ്ക്ക് അവൻ അതിന് വിധേയപ്പെട്ടു. മരിച്ചങ്ങ് ഇരിക്കുകയല്ല, ആ ശിക്ഷ കൊടുത്തു തീർത്ത് ജയാളിയായി പുറത്തും വന്നു, മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അതെല്ലാം കൊടുത്തു തീർത്തു, ആ കടമൊക്കെ കൊടുത്തു തീർത്തു. ഇനി കുറ്റം വിധിക്കുവാനും ശിക്ഷ വിധിക്കുവാനും അപവാദം പറയുവാനും ആ ശത്രുവിന് ഇനി ഒന്നുമില്ല, ഒരവകാശമില്ല. അവൻ ചീറ്റിപ്പോയി. അങ്ങനെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷവാതം കഴിക്കുന്ന സ്വർഗീയ മധ്യസ്ഥനാണ് യേശുക്രിസ്തു. ഭൂമിയിലെ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സംഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഇതെല്ലാം കർത്താവെ കൂടി വ്യാപരിച്ച് നന്മയ്ക്കായി ഭവിക്കണമെന്ന് ഈ ഭൂമിയിൽ ഭൗമികമായിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ രണ്ട് മധ്യസ്ഥന്മാരുടെ പ്രാർത്ഥനയാൽ സംരക്ഷിച്ച് ഇങ്ങനെ പോകുന്നവരാണ് ഈ ഇരിക്കുന്ന ആണ്ട്. ഇത് അല്ലേ ദൈവത്തിന്റെ വിലപ്പെട്ട ജനം അല്ലേ? അപ്പൊ നമ്മൾ ചിലർക്ക് പറയും, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാറൊന്നുമില്ല, ഞാൻ വളരെ ഒറ്റപ്പെട്ട്. ഇവരൊക്കെ എന്തോന്നു, ഒരാളും പ്രാർത്ഥിക്കാറില്ല. രണ്ടുപേരുണ്ട് കേട്ടോ. നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 3 പേരായി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറഞ്ഞ് 3 പേരായി. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പിന്നെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാറുണ്ട്, പിന്നെ സ്വർഗത്തിൽ ദൈവവും യേശുക്രിസ്തു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 3 പേരുണ്ട്. ഈ 4മതൊരാളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പരിഭവം പറയാം. അപ്പൊ കണ്ടോ, നമ്മുടെ ഒന്നാമത്തെ നന്മ എന്തായിരുന്നു? സകലവും, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവും നന്മയ്ക്കായി കൂട്ടി വ്യാപരിച്ചാലേ പറ്റൂ. അല്ലേ? പണ്ടൊരു പാട്ടുകാരൻ, നമ്മുടെ എം ഇ ചെറിയാൻ അങ്കിൾ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും നാം, യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും നാം, അനാദിനാഥനേശുവന്ദനം. അറിഞ്ഞൂടായി പാട്ട്? അനാദിനാഥനേശുവന്ദനം, അന്യനീ ഭൂവിലെന്നാൻ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനീ ഭൂവിലെന്നാൻ, ധന്യനീ ഞാൻ ക്രിസ്തുവിൽ സദാ. അപ്പൊ അവിടെ പറഞ്ഞുണ്ടോ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ നമ്മൾ എന്തോ അറിയും? ദൈവം ചെയ്തതൊക്കെ നന്മയ്ക്കായി. നമ്മൾ ഓരോരോ വിഷയമൊക്കെ എടുത്തിട്ട് ഇത് നന്മയല്ലോ, ഇത് നന്മയല്ലോ, ഇത് സങ്കടമാണല്ലോ എന്ന് പറയും. പക്ഷെ മൊത്തത്തിൽ നന്മയായിരുന്നു അന്ന് അറിയും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, യുക്തമായി വ്യക്തമായി നമ്മൾ എന്തോ അറിയും? കൃപയിൻ കരുതൽ അറിയും. അല്ലേ? അപ്പോ സകലവും നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നതാണ് ഒന്നാമത്തെ നന്മ. രണ്ടാമതായിട്ട്, സകല നന്മകളും നൽകുവാനായിട്ട് ദൈവ പിതാവ് നമുക്ക് അനുകൂലമാണ്. ഇനി മൂന്നാമതായിട്ടുള്ളത് 35 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ്. ഇതെല്ലാം കൊള്ളാം. ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ദൈവം ഇതാ യേശുവിനെ തന്നിരിക്കുന്നു. ഇനി എപ്പോഴെങ്ങാണ് ഈ സ്നേഹം വിട്ടുപോയാലോ? ഇനി സ്നേഹത്തിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട്, ഇനി സ്നേഹം നഷ്ടപ്പെട്ടു പോയാലോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ എന്ന് ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ കുറിച്ചാണ്. അല്ലേ? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാൾ. അല്ലേ? കഷ്ടത കടന്നു വരാം, സങ്കടം വരാം, ഉപദ്രവിക്കപ്പെടാം, ആഹാരമില്ല, തുണിയില്ല, എന്തോ ആപത്ത് വന്നു, വാളെന്ന് പറഞ്ഞാൽ പിന്നെ മരണം. അല്ലേ? ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുവോ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളിൽ ആസ്പദമാണോ ഈ സ്നേഹം? നമ്മൾ പറയാറില്ലേ, നല്ല കാലത്ത് ദൈവം കൂടെയുണ്ട്, ചീത്തകാലത്ത് ദൈവമൊന്നും ഇല്ല. അങ്ങനെ ഒരു സാധാരണ മാനുഷിക ചിന്തയാണ്, ലോകത്തിലെ ഒരു ചിന്തയാണ്. നല്ല കാലത്ത് ദൈവം കൂടെയുണ്ട്, അവർക്ക് നല്ല കാലം വന്നു എന്നൊക്കെ പറയുന്നത്. ദൈവം കടാക്ഷിച്ച് അവർക്ക് നല്ല കാലം വന്നു. ഇപ്പൊ ചീത്തകാലം അത് ദോഷകാലമാണെന്ന് തോന്നുന്നു. അല്ലെ? കഷ്ടതയും
ഉപദ്രവവും, തുണി പോലും ഇല്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത്, ദോഷകാലമാണ്, ഗ്രഹപ്പിഴ നേരമാണെന്നൊക്കെ പറയും. അങ്ങനെ ഗ്രഹങ്ങളുടെ പിഴയൊന്നുമില്ല. അങ്ങനെ ഗ്രഹപ്പിഴ, എന്തോ നക്ഷത്രമൊക്കെ അല്ലേ, നമ്മുടെ ജാതകമൊക്കെ വെച്ചിട്ട് ഗ്രഹപ്പിഴയാണെന്ന് തോന്നുന്നത് അല്ലേ. അങ്ങനെയൊക്കെ മാറുന്നതാണോ ഇത്? കാരണം അത് കഴിഞ്ഞിട്ട് ഒരു വാക്യം, സങ്കീർത്തനം 44 നിന്നുള്ളൊരു വാക്യമാണ്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇപ്പൊ സമയമില്ല 44 സങ്കീർത്തനം എടുത്ത് പഠിക്കാൻ. 44 സങ്കീർത്തനം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വിസ്മയകരമായ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ 44 സങ്കീർത്തനത്തിലെ ദൈവജനം അനുസരിച്ചുകൊണ്ട് നടക്കുക, പാപമൊന്നും ചെയ്തിട്ടില്ല. അവർ ദൈവമായിട്ട് വളരെ വിശുദ്ധി നടക്കുന്ന ഒരു കൂട്ടരാണ്. അതുകൊണ്ടാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞങ്ങൾ നിന്നെ വിട്ടു പോയിട്ടൊന്നുമില്ല, ഞങ്ങൾ നിന്റെ ഉടമ്പടി ബന്ധത്തിൽ നമ്മൾ നല്ലപോലെ നീതി പുലർത്തി ജീവിക്കുകയാണ്, എന്നിട്ടും നീ ഞങ്ങളുടെ കൂടെ സൈന്യങ്ങളുടെ കൂടെ കടന്നു വരുന്നില്ല, ഞങ്ങളെ നിങ്ങളുടെ അയൽപ്പക്കക്കാരുടെ മുമ്പില് ഒരു മാനവും ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. അതായത് ദൈവത്തെ വിശ്വസ്തയോടെ പിൻപറ്റിയിട്ടും കഷ്ടതയാണല്ലോ കർത്താവേ. അങ്ങനത്തെ ഒരു രോദനം അല്ലെ, ഒരു വിലാപമാണ് 36 വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. നിന്റെ നിമിത്തം ഞങ്ങൾക്ക് ഞങ്ങളെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ. ഞങ്ങൾക്ക് ഒരു വിലയില്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കഷ്ടതയിൽ നിന്ന് കഷ്ടതയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 44 സങ്കീർത്തനം പഠിപ്പിക്കുന്നതാണ്, ഉടമ്പടി ബന്ധമൊക്കെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ച് നീതിമാനായിട്ട് ജീവിച്ചാലും ജീവിതത്തിൽ കഷ്ടത വരും. ഇയ്യോബിനെ പോലെ പാപം ചെയ്താൽ മാത്രമല്ല കഷ്ടത, അത് ദൈവം ചില അടിയൊക്കെ തരും, ബാലശിക്ഷ. ഇതല്ല, നീതിയോടെ നടന്നിട്ടും കർത്താവേ ഇതാണല്ലോ സ്ഥിതി അല്ലെ. അപ്പൊ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ വന്നാൽ ഈ സ്നേഹം പോയോ? ഇത്ര നേരം പറഞ്ഞ സൗഭാഗ്യമൊക്കെ പോയോ? സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ അതൊക്കെ മാറൂ. അതിനാണ് 37 വാക്യം മുതലുള്ള ഉത്തരം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെയും ഇല്ല എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം. ഇല്ലില്ലില്ല, ഇങ്ങനത്തെ കഷ്ടതകളൊന്നും വന്നാലൊന്നും തകർന്നു പോകുന്നതല്ല. ഇത്ര നേരം പറഞ്ഞ സ്നേഹമോ, ഇത്ര നേരം പറഞ്ഞ നന്മയോ, ഇത്ര നേരം പറഞ്ഞ സൗഭാഗ്യമോ അല്ലെ, ഇതൊന്നും സാഹചര്യങ്ങളിൽ അധിഷ്ഠിതമല്ല. കാരണം ഈ സാഹചര്യങ്ങളിലൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമുക്ക് പൂർണ്ണ ജയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണേ, ഇതിലൊക്കെയും, അല്ലാതെ ഇതിൽ നിന്നൊക്കെയും എന്നല്ല അല്ലെ. അതാണ് ഇന്നത്തെ കൺവെൻഷൻ പ്രസംഗകർ പ്രസംഗിക്കുന്ന സമൃദ്ധിയുടെ സുവിശേഷം. ഇതിൽ നിന്നൊക്കെയും നമ്മൾ അത് ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി കഷ്ടതയൊന്നും ഇല്ല, ഇനി നിങ്ങൾക്ക് നഗ്നതയൊന്നും വരത്തില്ല, ഒരു ഉപദ്രവം വരത്തില്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇനി കോടീശ്വരന്മാരാകും എന്നല്ല ഇപ്പോഴത്തെ പ്രസംഗം. ഇതിൽ നിന്നൊക്കെയും എന്നല്ല, ഇതിലൊക്കെയും എന്ന് പറഞ്ഞാൽ ഇതിലൂടെയൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. ദൈവം ചിലപ്പോൾ അനുവദിച്ചു നിൽക്കിയിരിക്കും അല്ലെ. ചില ശോധനകൾ ഈ 44 സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ പറയുന്ന കർത്താവെ നീതി പുലർത്തിയിട്ടും നിന്നോട് വിശ്വസ്തത കാണിച്ചിട്ടും ചില വേദനാജനകമായ അനുഭവങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടല്ലോ അല്ലെ. ഇയ്യോബിനെ പോലെ ചിലപ്പോൾ പോകേണ്ടി വരും, ചില ശോധനകളൊക്കെ വരും. പക്ഷെ അതിലൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമുക്ക് ജയമുണ്ടെന്ന് മാത്രമല്ല, പൂർണ്ണ ജയം അല്ലെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ നാം ജയാളികളെക്കാളും ജയാളികളാണെന്നാണ്. ഈ ഇംഗ്ലീഷിലൊക്കെ അങ്ങനെയാണ്, മോർ ദാൻ കോൺകറേഴ്സ്. അതെന്തോ അതിൻ്റെ അർത്ഥം? ജയാളികളെക്കാളും പൂർണ്ണ ജയമുള്ളവർ എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു സൈന്യമാണെന്ന് വെക്കാം, നമ്മൾ യുദ്ധത്തിന് പോയി ശത്രുവിനെ തോൽപ്പിച്ചു. അപ്പൊ എന്തോ കടന്നു വന്നു? ജയം കടന്നു വന്നു. ഇനി തോൽപ്പിച്ച സൈന്യത്തെയും ആ രാജ്യത്തെ വ്യക്തികളെയും വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിലെ സേവകന്മാരാക്കിയാൽ നമ്മൾ എന്തുവായി? ജയാളികളെക്കാളും വലിയ ജയാളികളായി. കാരണം എന്താ? യുദ്ധം ചെയ്യാൻ പോയി തോൽപ്പിച്ചപ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ പ്രതികൂലത്തെ നമ്മൾ നിർത്തി. ഇവന്മാർ നമുക്കെതിരെ വന്ന ആ എതിർപ്പ് നിർത്തി. ഇനി എന്തായി? ഇനി അവർ നമ്മളെ എതിർക്കുക മാത്രമല്ല, നമ്മളെ സേവിക്കുകയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വേല ചെയ്യുക. അതാണ് ജയാളികളെക്കാളും വലിയ ജയാളികൾ എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ കഷ്ടത, നഗ്നത, ഈ ആപത്ത്, വാള്, ഇതിനൊന്നും നമ്മെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് നമ്മൾ ജയാളികളാണ്. ഇനി അത് നമ്മളെ നശിപ്പിക്കാൻ കഴിയുക മാത്രമൊന്നല്ല, ഇതെല്ലാം കൂടി വ്യാപരിച്ച് എൻ്റെ നന്മയ്ക്കായിട്ട് ഭവിക്കും അല്ലെ. അതൊക്കെ എൻ്റെ സേവകന്മാരാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ശോധനയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ നിങ്ങളെ സേവിക്കുക.
നിങ്ങൾ ക്രിസ്തയേശുവിനെ പോലെ ആകുവാൻ വേണ്ടി ദൈവത്തിന്റെ കരത്തിൽ കിടന്ന് ഇങ്ങനെ കൂടി വ്യാപരിച്ച് നന്മയാകുവാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ സേവകന്മാരാണ്. അല്ലാതെ നമ്മുടെ എന്താ പറയുക, ശത്രുക്കളല്ല. ഇപ്പം ശത്രുക്കൾ അല്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയാൽ തന്നെ ജയാളികളായി. പക്ഷെ ശത്രുക്കൾ ഇപ്പൊ സേവകരായി, അല്ലെ? അപ്പൊ കഷ്ടത ഈ പറയുന്ന ഒന്നും നമ്മളെ എന്താ പറയുക, നമ്മളെ തകർക്കാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിൽ നമ്മളെ വളർത്തുന്നതിന് ദൈവത്തിന്റെ കയ്യിലെ ഉപകരണങ്ങൾ. നമ്മളെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം വന്നിരിക്കുന്നു. ഒന്നിനും നമ്മളെ തകർക്കാൻ കഴിയില്ല, ഒന്നിനും നമ്മളെ ഈ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ കഴിയില്ല, വേർതിരിക്കാൻ കഴിയില്ല. ഈ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടും. എല്ലാം കൂടി വ്യാപരിച്ച് നന്മയാകും. അതിനുവേണ്ടി എന്തൊക്കെ നന്മ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം അനുകൂലമായ ദൈവം തരികയും ചെയ്യും. അതുകൊണ്ടാണ് അവസാനം 38-ാം വാക്യം, മരണത്തിനോ ജീവനോ, അല്ലെ? അപ്പൊ മരണം സംഭവിച്ചാലും ജീവിച്ചിരിക്കുകയാണേലും ഒരു മാറ്റവും ഇല്ല. ദൈവം അനുകൂലം തന്നെ, സകലവും നന്മയ്ക്കായി വ്യാപരിക്കും, അല്ലെ? ദൈവ വേലയിൽ മരിച്ചുപോയി, അയ്യോ നഷ്ടമായിപ്പോയോ, നാശമായിപ്പോയോ, ഇല്ല, നന്മ പദ്ധതിയുടെ പൂർത്തീകരണം തന്നെ, അല്ലെ? അപ്പൊ മരണവും ജീവനും ഒന്നും ഒരു വ്യത്യാസവും വരുത്തുന്നില്ല ഈ വിഷയത്തിൽ. ഇനി ദൂതന്മാർ എന്ന് പറഞ്ഞാൽ നല്ല ദൂതന്മാർ, പിന്നെ വാഴ്ചകളും അധികാരങ്ങളും, അതായത് പന്ന ദൂതന്മാർ, അല്ലെ? നമ്മൾ പറയുന്ന ഈ പിശാചുക്കള്, അല്ലെ? പിശാചിന്റെ കൂടെ ഇറങ്ങിപ്പോയ പിശാചിന്റെ സൈന്യത്തിലുള്ളവരാണ് വാഴ്ചകളും അധികാരങ്ങളും. അപ്പോ നല്ല ദൂതന്മാരാകട്ടെ, പിശാചിന്റെ ദൂതന്മാർ, വാഴ്ചകളും അധികാരങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതോ ഇനി വരുവാനുള്ളതോ, അതായത് വർത്തമാനകാലമായാലും നടന്ന സംഭവമായാലും നടക്കാൻ പോകുന്നതായാലും ഇനി ഉയരത്തിലുള്ളതോ ആഴത്തിലുള്ളതോ, ഇതൊന്നും യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. അപ്പൊ അതാണ് മൂന്നാമത്തെ നന്മ. സകല സാഹചര്യങ്ങളിലും ഈ നന്മ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൂടെ ഇരിക്കുന്നു. ഒരു സാഹചര്യത്തിലും ഈ സ്നേഹത്തിന് മാറ്റം വരത്തില്ല. ഈ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കാൻ കഴിയില്ല. അല്ലെ? എന്തൊരു വലിയ സ്നേഹമാണ്. ഒന്നാമത് പറഞ്ഞു സകലതും എൻ്റെ നന്മയ്ക്കായി ഭവിച്ചേ പറ്റൂ. രണ്ടാമത് പറഞ്ഞു സകല നന്മകളും തരുവാൻ ദൈവം അനുകൂലമാണ്. ഇനി മൂന്നാമത് സകല സാഹചര്യങ്ങളിലും ക്രിസ്തയേശുവിലുള്ള ദൈവസ്നേഹം എൻ്റെ കൂടെ ഇരിക്കുന്നു. അവസാനം അപ്പോസ്തലൻ പറയുന്നത് അവിടെ തീരുന്നില്ല. നമ്മെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മളോ? അപ്പോസ്തലൻ ഉറച്ചിരിക്കുന്നു. നമ്മളോ? നമ്മൾ ഉറച്ചിരിക്കുന്നുണ്ടോ? അവിടെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്. ഉറച്ചിരിക്കണം. ഈ മൂന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ഉറച്ച് ഇരിക്കും. അല്ലാതെ ആവലാതി, വേവലാതി, അല്ലെ, ആകുല ചിന്ത, അതൊന്നും വേണ്ട. അപ്പൊ സ്വസ്ഥത കടന്നു വരും, സമാധാനം കടന്നു വരും, ധൈര്യം കടന്നു വരും, അല്ലെ? ഇങ്ങനെയാണ് സുവിശേഷത്താൽ നമ്മുടെ ജീവിതം ജീവിക്കേണ്ടത്, അല്ലെ? എന്ത് ധൈര്യം, എന്ത് സമാധാനം, എന്തൊരു സ്വസ്ഥത, എന്തൊരു ഉറപ്പ് ഇരിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഈ വെപ്രാളമൊന്നുമില്ല, ഇരിക്കാൻ പറ്റും, ഉറച്ചിരിക്കുക. എന്താ ഉറച്ചിരിക്കുന്നത്? എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ വേണ്ടി ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ആ നന്മയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായത് എന്ത് വേണോ? പുത്രനെ ആദരിക്കാത്തവൻ അത് പുത്രനോട് കൂടെ തന്നിരിക്കും. അവൻ അനുകൂലമാണ്. ഏത് സാഹചര്യത്തിലും, സകല സാഹചര്യത്തിലും അവൻ എൻ്റെ കൂടെ ഇരിക്കും. അവന്റെ ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവനെ ഉറച്ചിരിക്കാൻ സന്തോഷകരമായ ഒരു ജീവിതമല്ലേ, ആനന്ദകരമായ ജീവിതമല്ലേ, അല്ലെ? നമ്മൾ പാട്ട് പാടിയപ്പോഴും പാടിയായിരുന്നു ആനന്ദകരമായ ജീവിതം, അല്ലെ? ശോധനയുണ്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ടേലും സുവിശേഷത്തിലൂടെ അറിഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ഈ മഹാസ്നേഹം നിമിത്തം ഉറച്ചിരിക്കാം, അല്ലെ? പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 33:27 തോന്നുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അല്ലെ? ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 33:27. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം മതി, കീഴെ ശാശ്വതങ്ങളുണ്ട്, അല്ലെ? പുരാതനനായ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് മുതലേ ഉള്ള ദൈവം, അല്ലെ? എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം. ദൈവത്തിന് തുടക്കമില്ല, ഒടുക്കമില്ല, നിത്യ ദൈവം. നിന്റെ സങ്കേതം, അല്ലെ? നമ്മുടെ സങ്കേതമാണ് പുരാതനനായ ദൈവം. കീഴെ
ശാശ്വത ഭുജങ്ങൾ. ശാശ്വതം എന്ന് പറഞ്ഞാൽ നിത്യമായത്, എന്നും നിലനിൽക്കുന്ന. ഭുജം എന്താണ്? കൈ അല്ലേ? അപ്പൊ നമ്മുടെയൊക്കെ താഴെ നിങ്ങളൊന്ന് തൊട്ട് നോക്കി ഉണ്ടോ അല്ലെ? നിങ്ങളെ താങ്ങി നിർത്തുന്ന കരം നിത്യദൈവത്തിന്റെ നിത്യകരങ്ങളാണ്. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാകുന്നു, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. തകർന്നു പോകേണ്ട കാരണമില്ല അല്ലേ? നമ്മൾ ആരും ദുഃഖിച്ചു വലഞ്ഞു പോകേണ്ട കാര്യമില്ല. ധൈര്യപ്പെട്ട് ജീവിക്കാം. ഈ ദൈവത്തെ അറിഞ്ഞെങ്കിൽ അവന്റെ ശാശ്വത ഭുജങ്ങൾ നമ്മളെ താങ്ങി നിർത്തും. അവനെതിരെ ആർക്കും ഒന്നും ശബ്ദിക്കാനും പറ്റത്തില്ല, ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവൻ അനുവദിച്ചിട്ടേ ആർക്കെങ്കിലും എന്റെ തലമുടി പോലും തൊടാൻ പറ്റത്തുള്ളൂ. അവൻ അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടാ? സകലവും കൂടെ കൂടി വ്യാപരിച്ച് എന്റെ നന്മയ്ക്കാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ? ആരെങ്കിലും നമ്മളെ ഒന്ന് തൊടാനോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പട്ടിണി വരാനോ നഗ്നത വരാനോ കഷ്ടത വരാനോ അവൻ അനുവദിക്കുകയാണെങ്കിൽ തന്നെ അവൻ മുന്നമേ നിയമിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി വ്യാപരിച്ച് ക്രിസ്തേശുവിനെ പോലെ ഞാൻ ആകണം, ആ നിത്യ നന്മ ഞാൻ പ്രാപിക്കാൻ വേണ്ടി അലവെയ്തുന്നേ ഉള്ളൂ, അനുവദിച്ചു കൊടുത്തന്നേ ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ധൈര്യത്തോടെ ഉറച്ചിരിക്കാം. ശാശ്വത ഭുജങ്ങളുണ്ട്. ഒരിക്കലും തകർന്നു പോകാത്ത ഒരു ഇരിപ്പിടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ശാശ്വത ഭുജങ്ങൾ അല്ലെ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ധൈര്യപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ധൈര്യപ്പെടുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചേ മതിയാകൂ. അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുകയില്ല. ആ പ്രാർത്ഥന തള്ളിക്കളയാൻ പറ്റത്തില്ല അല്ലെ? രണ്ടാമതായിട്ട് ദൈവം നമുക്ക് അനുകൂലം. അവൻ സകല നന്മയും, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ക്രൂശിൽ നൽകിയ ദൈവം നമുക്ക് സകല നന്മയും നൽകും. സകല സാഹചര്യത്തിലും അവൻ കൂടെയിരിക്കും. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് ഈ സത്യം ഒന്ന് ധ്യാനിച്ചേ. ഇത് വ്യക്തിപരമായി ഏറ്റെടുത്ത് ഈ ധൈര്യം പ്രാപിച്ചു വേണം നമ്മൾ പോകാൻ. നേരത്തെ ആരാധന സമയത്ത് നമ്മുടെ സഹോദരൻ പറഞ്ഞു, ആർക്കെങ്കിലും ധൈര്യമില്ല, എന്നെ എൻ്റെ ദൈവം കൈപിടിച്ചിട്ടില്ലെങ്കിൽ ആ ധൈര്യം പ്രാപിച്ച് ഇന്ന് പോകണം. അതെ, അത് തന്നെ ഇന്നും എനിക്ക് പറയാനുള്ളത്. ശാശ്വത ഭുജങ്ങൾ നിങ്ങളെ താങ്ങുന്നുണ്ടെന്നുള്ള ആ ധൈര്യം പ്രാപിച്ച് ഭവനത്തിലേക്ക് കടന്നു പോകണം. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി വരും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി വരും? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമൊക്കെയായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നാം അറിയുന്നുണ്ടോ? അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം അനുവദിക്കുന്ന സകല പരീക്ഷയും സകല പ്രതികൂലങ്ങളും. അവൻ അനുകൂലമെങ്കിൽ ആർ പ്രതികൂലം? ആർക്കും എതിരെ നമുക്ക് വരാൻ കഴിയില്ല. കർത്താവ് നമ്മളെ ആ രീതിയിലാണ് കരുതുന്നത്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതും ദൈവം മുന്നമേ നിയമിച്ചു വച്ചിരിക്കുന്ന നിത്യ നന്മയിൽ കലാശിച്ചേ മതിയാകും. ആ നന്മ എൻ്റെ ജീവിതത്തിൽ ഉളവാക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാത്ത ദൈവപിതാവ് സകലരും അവരോടുകൂടെ തരുവാൻ തക്കവണ്ണം അനുകൂലമാണ്. സകല സാഹചര്യത്തിലും വേർപിരിയുവാൻ കഴിയാത്തവണ്ണം ക്രിസ്തയേശുവിലുള്ള ദൈവസ്നേഹം എന്നോട് കൂടെയിരിക്കുന്നു. ഇതാകട്ടെ നമ്മുടെ എല്ലാം ഏറ്റുപറച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം, നൽകിയിരിക്കുന്ന ആശ്വാസത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ വചനം ആഴത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളത്തിൽ ക്രിയ ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമായ ഉറപ്പ് നൽകണമേ, ബലം നൽകണമേ. ശാശ്വത ഭുജങ്ങളിൽ വിശ്രമിക്കുവാൻ, ഉറച്ചിരിക്കുവാൻ, ധൈര്യത്തോടെ, ആശ്വാസത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനത്തോടെ ഈ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സമായി ഉയരുന്ന ശക്തികളുണ്ട്, വ്യക്തികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുവാൻ നീ മതിയായവനാണെന്ന് ഇന്ന് വീണ്ടും നിന്റെ വചനത്തിൽ നിന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തന്നല്ലോ കർത്താവ്. ആ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ മുന്നേറി കർത്താവെ, അന്ത്യം നീ മുന്നമേ നിയമിച്ചു വച്ചിരിക്കുന്ന അന്ത്യം ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ ആ ധൈര്യം നഷ്ടപ്പെട്ട് നിരുത്സാഹത്തിലോ നിരാശയിലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവ് ഈ വചനത്തിലൂടെ ശുശ്രൂഷിച്ച് അവർക്ക് ആ ധൈര്യം കൊടുക്കണമേ. നിന്റെ കരത്തിൽ കർത്താവെ അവർ സുരക്ഷിതരാണെന്നുള്ള, അവർ ഭദ്രമായിട്ട് നിന്റെ കരത്തിൽ സുരക്ഷിതരാണെന്നുള്ള ആ ബോധ്യം കൊടുത്ത് കർത്താവെ ഭയത്തെ ഭീതിയെയും നീക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ കർത്താവ് ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഇവിടെ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും ആരാധിക്കുവാനും ദൈവസാന്നിധ്യം അറിയുവാനും സ്തുതി സ്തോത്രങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിൽ അർപ്പിക്കുവാനും ഒക്കെ നീ നൽകിയ ഈ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് കടന്നു വരാൻ കഴിയാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്കും രോഗപ്രയാസങ്ങളിൽ നിന്ന് വിമുക്തരായി അടുത്ത ആഴ്ച കടന്നു വന്ന് ആരാധിക്കുവാനുള്ള ഭാഗ്യം നീയായിട്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചക്കാലം നിന്റെ സന്നിധിയിൽ നിന്നോട് നീതി പുലർത്തി വിശ്വസ്തയോടെ ഈ പറഞ്ഞ ധൈര്യം ഉറപ്പൊക്കെ പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാനും നിന്നെ ശുശ്രൂഷിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. മഹാദൈവവും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവുമായവന്റെ സ്നേഹവും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.